എന്താ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പരുവത്തിൽ നമുക്കെടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. കുറച്ചുകൂടെ ഡ്രൈ ആക്കി വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ പോലും വെക്കണ്ട, കുപ്പിയിലിട്ട് വെച്ചിരുന്ന് നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാം. ഒരു ലേശം ഈ പരുവത്തിൽ നമുക്ക് കുറച്ച് കൂടെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് നമുക്കെല്ലാവർക്കും ഇഡലിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാനാണെങ്കിൽ ഇതിനകത്തൊരു പൊടിക്കൈ ചെയ്യാം. ഈ ചട്നിയുടെ കൂടെ ഇന്ന് തന്നെ തീർക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ചേർക്കാവൂ. കുറച്ച് വെച്ചേക്കാനാണെങ്കിൽ ഈ പറഞ്ഞ സാധനം ചേർക്കേണ്ട. ബട്ടർ, ഒരു ചെറിയ പീസ് ബട്ടർ ചേർക്കുകയാണെങ്കിൽ ഇന്ന് കഴിച്ച് തീർക്കാൻ അമൂലിൻ്റെ ചെറിയ ബട്ടറാണ് ചെറിയ അളവിൽ കിട്ടുന്നത്. സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയുള്ളതായിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് അവർ ഇറക്കുന്നത്. നമുക്ക് ഇതാണ് എളുപ്പം. അതുകൊണ്ട് ഇത് കുറച്ച് നഷ്ടമാണെന്ന് തോന്നാം, പക്ഷേ ഇതാണ് നമുക്ക് ആരോഗ്യത്തിന് നല്ലത്. ഇത്ര അളവല്ലേ ഇടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇത് ഇന്ന് തന്നെ കഴിച്ച് തീർക്കും, ഇവിടെ ഇരിക്കത്തില്ല. ഇങ്ങനത്തെ തക്കാളി ചട്നി ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ഡിമാൻഡായിട്ട് പെട്ടെന്ന് തീരും. അപ്പോൾ ഇന്നിവിടെ ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതൊന്ന് അതിനകത്ത് ആഡ് ചെയ്ത് കാണിക്കാം. നല്ല ടേസ്റ്റാണ്, നല്ലൊരു മണവുമാണ്. നമുക്ക് സാധാരണ വെളിച്ചെണ്ണയിലോ, നമ്മൾ വെളിച്ചെണ്ണയിലല്ല ഉണ്ടാക്കാറ്, വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യുന്നതിനേക്കാളും ഒരു പീസ് ഇടുകയാണെങ്കിൽ ഒരു പ്രത്യേക സ്വാദാണ്. ചപ്പാത്തിയൊക്കെ കഴിക്കാൻ, നാനൊക്കെ കഴിക്കാൻ ഒന്നാം തരം കേട്ടോ. നോൺ വെജ് കഴിക്കാത്ത സമയത്ത് അല്ലെങ്കിൽ കഴിക്കാത്തവർക്കൊക്കെ ഇത് വല്ലാതെ ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് ഈ പരുവം മതി. ഇത് ഡ്രൈ ആക്കാതെ നമുക്ക് ഓഫ് ചെയ്ത്, ഡ്രൈ ആയാൽ വലിയ ടേസ്റ്റാണ്, പക്ഷേ അളവ് കുറഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ചൂടാറുമ്പോഴത്തേക്കും കറക്റ്റ് പരുവാകും. എണ്ണ ഇങ്ങനെ ഉണ്ടോ, എണ്ണ ഇങ്ങനെ ആക്കുമ്പോഴത്തേനും എണ്ണ വരുന്നുണ്ട് കണ്ടോ. അസാധ്യ മണവും സ്വാദും ഉള്ള തക്കാളി ചട്നി റെഡി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു ഇഡ്ഡലി കഴിച്ച് നോക്കാം. നല്ല പൂവ് പോലത്തെ ഇഡ്ഡലിയാണ്. നല്ല പൂവ് പോലത്തെ ഇഡ്ഡലി കേട്ടോ. മറ്റേ പാത്രം ഇഡ്ഡലി അടച്ചു വെച്ചിരുന്നായിരുന്നുകൊണ്ട് അതിനകത്ത് ഇങ്ങനെ വെള്ളം ഈർപ്പം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു പീസ് കഴിച്ച് നോക്കാം. കഴിച്ച് നോക്കാം അല്ലേ. നല്ല സ്വാദുണ്ട്. ആ ബട്ടറിൻ്റെയും വെളിച്ചെണ്ണയുടെയും ഇതെല്ലാം കൂടെ രണ്ടും കൂടെ മിക്സ് അടിപൊളി കേട്ടോ.